ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മരുന്ന് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മുടെ പ്രസവാനന്തരം പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് 11 മണിക്ക് ചോറിനോടൊപ്പം തരുന്ന ഒരു കറിയാണ് കേട്ടോ. മുളക് കറി അഥവാ മുളക് തണ്ണി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നല്ല മുളക് കൊണ്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കറി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ദഹനശക്തിയും പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും നല്ല വിശപ്പുണ്ടാകാനും ഒക്കെ ഉള്ള ഒരു അത്യുത്തമമായിട്ടുള്ളൊരു മരുന്ന് കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ മരുന്ന് കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ കറി തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് 2 കഷ്ണം തേങ്ങ വേണം കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് വേണം. അതുപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ. നല്ല തോനെയും ചേർക്കണം. കുരുമുളക് ചേർക്കുന്നത് പോലെ വെളുത്തുള്ളിയും തോനെയും ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്. അതിനുശേഷം നമുക്ക് ഒരു കമ്പിയിൽ ഇതേപോലെ ഈ തേങ്ങാപ്പൂളൊന്ന് കോർത്ത് വയ്ക്കാം. എന്നിട്ട് ഗ്യാസ് അടുപ്പ് ഒന്ന് കത്തിച്ചതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് ചുട്ടെടുക്കാം. മറിച്ചും തിരിച്ചും ഒക്കെ പിടിച്ചിട്ട് ഇതൊന്ന് തീരെ അങ്ങ് കരിഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 2 വറ്റൽമുളകും കൂടി ഒന്ന് തീയിൽ കാണിച്ചൊന്ന് ചുട്ടെടുക്കുകയാണേ. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് ചുട്ടെടുക്കേണ്ടത്. പണ്ടൊക്കെ വിറകടുപ്പിൻ്റെ കനലിൽ ഇട്ടാണ് നമ്മൾ ഈ തേങ്ങയും വറ്റൽമുളകും ഒക്കെ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിറകില്ലാത്തത് കൊണ്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് നമുക്കിത് ചുട്ടെടുത്താലും മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ആ തോടെല്ലാം കളഞ്ഞതിന് ശേഷം പപ്പടം കുട്ടിയിലേക്ക് കോർത്ത് വെച്ചിട്ട് അതും കൂടി ഒന്ന് ആ ചെറിയ തീയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണേ. നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല മുളക് കൂടി ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അതാ നമ്മുടെ നല്ല മുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണവേ. അപ്പോൾ നമുക്ക് ഈ ചുട്ടെടുത്ത സാധനങ്ങളെല്ലാം കൂടി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും വറ്റൽമുളകും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതാ കുരുമുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മഷിയൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കറിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കറിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് പാകപ്പെടുത്തിയെടുക്കണമേ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഈ അരപ്പ് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഈ അരപ്പ് ഒന്ന് വഴന്ന് ഒന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടണമേ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ കുറച്ച് വാളംപൊടി ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനിട്ടിരുന്നേ. അത് നമുക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് കൈ വെച്ച് അതുപോലെ ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണവേ. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വളരെ തിക്കുമല്ല വളരെ അങ്ങ് തിന്നുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാണ് നമുക്ക് ഇത് വാങ്ങിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ഉപ്പും കുറച്ച് കുറവുണ്ട്, കുറച്ച് പുളിയുടെ കുറവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പുളിവെള്ളവും കൂടി ബാക്കി ഇരിക്കുന്നതും കൂടി അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കിയിട്ട് നമുക്ക് ഉപ്പും എരിവും പുളിയൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ, അതും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കറക്റ്റാണ്. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണവേ. അപ്പോൾ ഇന്നതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി കുറുകി കിട്ടാനുണ്ട്. കാരണം നമ്മൾ ഇത് ചോറിൽ കൂടി ഒഴിക്കുമ്പോൾ ഇത് ഒലിച്ചു പോകരുത് കേട്ടോ. ആ രീതിയിലുള്ള തിക്നെസ് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവും പുളിയും ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇതിനിടയ്ക്ക് നമുക്കൊരു വറുക് താളിച്ചെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുക് താളിച്ച് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ വറ്റിച്ചെടുത്ത നമ്മുടെ നല്ല മുളക് കറിയിലേക്ക് അഥവാ മുളക് തന്നിയിലേക്ക് നമുക്ക് ഈ വറുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമാണ് ഇത് ഈ കറി വെച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മരുന്ന് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് ഒരു 11 മണിക്കൊക്കെ ഇത് കൂട്ടിയാണ് ചോറ് തരുന്നത് കേട്ടോ. ഇതും ഒരു മുട്ടയും കൂടി പൊരിച്ച് നമുക്ക് ചോറ് തരും. അപ്പോൾ ഇത് തീരുന്നത് വരെ അനത്തി നമുക്ക് തന്നെ തരും കേട്ടോ. എന്നും 40 വരെ നമുക്ക് ഇത് തരും. ഇത് കഴിക്കുന്നത് കൊണ്ട് വായുശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ദഹനശക്തി പെട്ടെന്ന് നടന്ന് കിട്ടും. നല്ല വിശപ്പുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും നമ്മുടെ അത്യുത്തമമായിട്ടുള്ള ഈ നല്ല മുളക് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും കഴിക്കാം, പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല. നമുക്ക് ഇത് വെച്ച് കഴിച്ചാൽ വായുശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വയറ്റിൽ നല്ലൊരു സുഖം കിട്ടും കേട്ടോ. പിന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടാകും, ദഹനശക്തിയൊക്കെ പെട്ടെന്ന് നടന്നു കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ മുട്ട പൊരിക്കുന്നതിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ മുട്ടയുടെ ബാറ്ററിനതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പുറം വെന്ത് കിട്ടുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ മറിച്ചിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുളക് തന്നി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല ചൂട് കുത്തരി ചോറ് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മരുന്ന് കറി അഥവാ കുരുമുളക് കറി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാകത്തിനുള്ള നല്ല തിക്കായിട്ടുള്ള മുളക് കറി മധ്യഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ മുട്ടയിൽ നിന്നും കുറച്ച് ഒന്നെടുത്തിട്ട് ഈ കറിയും ചോറുമായിട്ട് ഒന്ന് കഴിച്ച് നോക്കാവേ. കുറേ കാലമായി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ ഒരു രക്ഷയുമില്ല കേട്ടോ. ഒടുക്കലത്തെ ടേസ്റ്റാണ്. പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.